ഒരു വ്യാഴവട്ടക്കാലത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ മഹാകുംഭമേളയിൽ അമൃതപുണ്യം നുകരാൻ ഇക്കൊല്ലം കേരളവും. കൂടുതൽ വിവരങ്ങൾക്ക് 9745889996 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഈ പുണ്യം നിങ്ങളും നുകരേണ്ടതാണ്. ഇത്തവണ പ്രയാഗ്രാജ് കുംഭമേളയിൽ നിങ്ങളും പങ്കെടുക്കണം. കുംഭമേള ആരംഭിക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ കുംഭമേളയുടെ ആദ്യത്തെ സ്നാനത്തിന് ഒരു 2 മാസമെങ്കിലും മുമ്പ് വിശേഷപ്പെട്ടൊരു മുഹൂർത്തത്തിൽ ഭൂമി പൂജയോട് കൂടിയിട്ടാണ്. ഓരോ അഖാഡകളും ആ അഖാഡകളുടെ സമ്പ്രദായത്തിൽ ഭൂമി പൂജ ചെയ്യും. ഈ ഭൂമി പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ അഖാഡയ്ക്കും അനുവദിച്ചിരിക്കുന്ന മാറ്റിവെച്ചിരിക്കുന്ന അഖാഡയുടെ താവളം ചാവനിയായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് അഖാഡയുടെ ധർമ്മധ്വജം ഉയർത്തും. ആ ധർമ്മധ്വജമാണ് മേളയുടെ അടയാളം. അത് അഖാഡയുടെ അടയാളമാണ്. അഖാഡയുടെ പാരമ്പര്യം, വിശ്വാസം, അച്ചടക്കം, പ്രതാപം, മഹത്വം തുടങ്ങിയവയുടെ എല്ലാത്തിൻ്റെയും പ്രതീകമാണ് ഈ ധർമ്മധ്വജം. ആ ധർമ്മധ്വജം ഉയർന്നതോട് കൂടിയിട്ടാണ് അഖാഡകളെ സംബന്ധിച്ചിടത്തോളം കുംഭമേളയുടെ കാര്യക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ധർമ്മധ്വജാരോഹണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ പ്രയാഗ് കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം അത് ദത്താത്രേയ ജയന്തിക്കാണ്. അഖാഡയുടെ എല്ലാ നാഗസാധുക്കളും ഒരു വലിയ ഘോഷയാത്രയായിട്ട് ചാവനി പ്രവേശം, മേള നഗരിയെ മുഴുവൻ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ചാവനിയിലേക്ക് പ്രവേശിക്കും, കുംഭമേള നഗരിയിലേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞാൽ ഈ 2025 പ്രയാഗ് കുംഭമേള ജനുവരി 10 ഏകാദശി സ്നാനത്തോട് കൂടിയിട്ട്, അത് ആചാരപരമായിട്ട് അഖാഡയിലെ സാധുക്കൾ നടത്തുന്നതാണ്. ആ സ്നാനത്തോട് കൂടിയിട്ടാണ് ആരംഭിക്കുക. അതിനുശേഷം പൗർണമി, പിന്നെ മകരസംക്രാന്തി, അതിനുശേഷം മൗനി അമാവാസി. മൗനി അമാവാസിയാണ് സന്യാസിമാരേറ്റവും പ്രധാനമായിട്ട് കരുതുന്ന കുംഭമേളയിലെ സ്നാനം. അതിനുശേഷം വസന്ത പഞ്ചമി, അതിന് തുടർന്ന് വരുന്ന സപ്തമിക്ക് ഒരു സ്നാനമുണ്ട്, പിന്നീട് വരുന്ന പൗർണമി, അതിനുശേഷം അവസാനത്തെ സ്നാനം ശിവരാത്രി, ഫെബ്രുവരി 26 ശിവരാത്രി. അങ്ങനെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ 2025 പ്രയാഗ് കുംഭമേളയിലെ സ്നാന ദിവസങ്ങളായിട്ടുള്ളത്. ഏറ്റവും വിശേഷപ്പെട്ട ഈ ജനുവരി 10 ഏകാദശി തൊട്ട് ഫെബ്രുവരി 26 ശിവരാത്രി വരെയുള്ള മുഴുവൻ ദിവസങ്ങളും ഈ പുണ്യമായി കരുതുന്നതും ആ ദിവസങ്ങളിലെല്ലാം ആ തീർത്ഥഘട്ടത്തിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നത് വളരെ വിശിഷ്ടവുമാണ്. അതിൽ ഈ പൗർണമി, അമാവാസി, മകരസംക്രാന്തി, ശിവരാത്രി തുടങ്ങിയിട്ടുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളെ സന്യാസിമാർ പ്രത്യേകം പരിഗണിക്കുകയും ഒരു വലിയ ആഘോഷമായിട്ട് അന്നത്തെ ദിവസത്തെ സ്നാനം നിർവഹിക്കുകയും ചെയ്യുകയാണ്. ഒരു വലിയ ഉത്സവം നടക്കാൻ പോവുകയാണ്. അതിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 40 കോടി ആൾക്കാരെയാണ്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ 40 കോടിയോളം ആൾക്കാർ പങ്കെടുക്കാൻ പോകുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ജനങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഈ വരുന്ന ജനുവരി 12 മുതൽ ഫെബ്രുവരി 26 വരെയുള്ള ദിവസങ്ങളിൽ 4 പുണ്യസ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കാറ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രയാഗ്രാജിലെ കുംഭമേള. 144 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള, 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള, 6 വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേള എന്നിങ്ങനെ വിവിധ പ്രകാരത്തിലുള്ള കുംഭമേളകൾ ആചരിച്ചു വരുന്നു. നൂറ്റാണ്ടുകളായി ഈ മേളകൾ ഒരു മുടക്കവുമില്ലാതെ നടന്നു വരുന്നു എന്നത് നമ്മുടെ ധർമ്മത്തിൽ കുംഭമേള എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാകും. കഴിഞ്ഞ പൂർണ്ണ കുംഭമേള നടന്നത് 2021 ഹരിദ്വാറിലായിരുന്നു. ഹരിദ്വാറിൽ ഇനി കുംഭമേള നടക്കുക 2031 2021 കുംഭമേള കൊറോണ കാരണം അത്ര കേമമായി നടത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാലും കുംഭമേള വളരെ കൃത്യമായി ഒരു മുടക്കവുമില്ലാതെ തന്നെ നടന്നു. 2021 കുംഭമേളയ്ക്ക് ശേഷം 2025 അതായത് അടുത്ത മാസം പ്രയാഗ്രാജിൽ വെച്ച് നടക്കാൻ പോകുന്നു. നമുക്ക് 2 തരത്തിലുള്ള സന്യാസി രീതികളാണ് പൊതുവെയുള്ളത്. മഠാംനായ സമ്പ്രദായം പിന്തുടരുന്നവരും അഖാഡ സമ്പ്രദായം പിന്തുടരുന്നവരും. മഠാംനായ സമ്പ്രദായം അഥവാ മഠങ്ങളിൽ താമസിച്ച് ശാസ്ത്രം പ്രചരിപ്പിക്കുന്നവർ. ഇങ്ങനെയുള്ള ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന സന്യാസിമാർ
ക്ഷേത്രങ്ങൾ, ആധ്യാത്മിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ അധാർമികളിൽ നിന്നും സംരക്ഷിക്കുകയാണ് അഖാഡയ്ക്ക് കീഴിൽ വരുന്ന സന്യാസിമാരുടെ ചുമതല. അതുകൊണ്ട് തന്നെ അവർക്ക് ആയുധാഭ്യാസങ്ങളിലാണ് പ്രാവീണ്യം കൂടുതൽ. ശാസ്ത്രത്തോടൊപ്പം അസ്ത്രത്തിലും അഗ്രേസരന്മാരായിരിക്കും അവർ. ഇവരെയാണ് നാഗസന്യാസിമാർ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഇങ്ങനെ 13 അഖാഡകളാണുള്ളത്. അതിലേറ്റവും വലുത് ജൂന അഖാഡയാണ്. ജൂന അഖാഡയിൽ മാത്രം ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ സന്യാസിമാരുണ്ട്. ഇതിൽ ചില അഖാഡകളിൽ സിഖ് പരമ്പരയിലെ സന്യാസിമാരുണ്ട്, ചില അഖാഡകളിൽ ബ്രഹ്മചാരികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വ്യത്യസ്ത രീതികൾ പിന്തുടരുന്നതാണ് ഓരോ അഖാഡയും. നമ്മുടെ നാടിൻ്റെ ഈ ധർമ്മത്തെ, സമൂഹത്തെ സംരക്ഷിക്കാൻ സ്വജീവിതം തന്നെ സമർപ്പിച്ചവരാണ് ഈ സന്യാസിമാർ. ഇങ്ങനെയുള്ള അഖാഡകളാണ് കുംഭമേള നടത്തുന്നത്. കുംഭമേള അവസാനിച്ചാൽ നാഗസന്യാസിമാർ പൊതുവെ സമൂഹത്തിൽ നിന്നും മാറി ഏകാന്തവാസം അനുഷ്ഠിക്കുന്നവരാണ്. മേൽപ്പറഞ്ഞ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാക്കിയത് കേരളത്തിലെ കാലടിയിൽ നിന്നും പോയ കൊച്ചു പയ്യനായ ആദിശങ്കരനാണ് എന്നതാണ് ഏറ്റവും ആശ്ചര്യകരം. സനാതനധർമ്മം ഇന്നും അതിൻ്റെ ഏറ്റവും പ്രബലമായ രീതിയിൽ നിലനിൽക്കാൻ കാരണവും ശങ്കരൻ്റെ ദീർഘവീക്ഷണം തന്നെയാണ്. 2021 കുംഭമേളയ്ക്ക് പോയപ്പോൾ ഞാൻ ജൂന അഖാഡയിലെ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. ഏകദേശം രാത്രി 10 മണിക്കാണ് അവിടെ എത്തിയത്. നല്ല തണുപ്പുള്ള രാത്രിയിൽ ഗംഗാനദിയുടെ തീരത്ത് നഗ്നരായിരിക്കുന്ന കുറേ സന്യാസിമാർ. അവരുടെ ആയുധങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കൂട്ടിവെച്ചിരിക്കുന്നു. ചില സന്യാസിമാർ വളരെ ഗൗരവത്തിൽ എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു. ചിലർ ധ്യാനത്തിൽ എന്ന പോലെ ഗംഗയെ നോക്കി നിശബ്ദരായിരിക്കുന്നു. മറ്റു ചിലർ ഹോമകുണ്ഡത്തിന് ചുറ്റും ഇരുന്ന് പുകവലിക്കുന്നു. എന്നെ കണ്ടപ്പോൾ ഒരു യുവ സന്യാസി ചോദിച്ചു, കേരളത്തിൽ നിന്നാണോ? ഞാൻ പറഞ്ഞു അതെ. ഉടനെ അദ്ദേഹം അവരുടെ അടുത്തിരുത്തി, നിങ്ങൾ ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾക്ക് വളരെ സന്തോഷം. മറ്റൊരു സന്യാസി ചായ ചൂടാക്കി തന്നു. കുറച്ചു നേരം അവിടെ സംസാരിച്ച് മടങ്ങാൻ നോക്കുമ്പോൾ മഹാമണ്ഡലേശ്വരനെ കാണാൻ പറഞ്ഞു. മഹാമണ്ഡലേശ്വരാണ് അഖാഡയുടെ അധിപൻ. അദ്ദേഹം എൻ്റെ നെറ്റിയിൽ ഭസ്മം തൊട്ട് അനുഗ്രഹിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്. സത്യത്തിൽ എനിക്ക് തന്നെ എന്നോട് ലജ്ജ തോന്നി. ആദിശങ്കരനെ നമ്മൾ തന്നെ മറന്നിരിക്കുന്നു. ശങ്കരൻ്റെ പേരിലുള്ള ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിൽ പോലും ഇന്ന് ശങ്കരൻ അന്യനാണ്. കഴിഞ്ഞ തവണ കേദാർനാഥിൽ പോയപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വലിയൊരു ശങ്കര പ്രതിമ കാണുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ എവിടെയുണ്ട് ശ്രീശങ്കരൻ? എത്ര പേർക്കറിയാം ശങ്കരാചാര്യൻ? കൊടും തണുപ്പിൽ പൂർണ്ണ നഗ്നരായി ഗംഗാതീരത്തിരിക്കുന്ന മഹാത്മാക്കളെ കാണുമ്പോൾ അത്ഭുതം തോന്നും. തീർത്തും സമൂഹത്തിൽ നിന്നും മാറി പൂർണ്ണമായും പ്രകൃതിയിൽ ലയിച്ചു ജീവിക്കുന്നവർ. ഒന്നിനോടും സ്വന്തം ശരീരത്തോട് പോലും ബന്ധനമില്ലാത്തവർ. കുംഭമേളയിൽ പങ്കെടുക്കാനായി എവിടെ നിന്നോ വന്നവർ. കുംഭമേളയുടെ പ്രാധാന്യവും അതുതന്നെയാണ്. 4 വർഷം കൂടുമ്പോഴുള്ള സന്യാസി സംഗമം കൂടിയാണ് മേളയിൽ നടക്കുന്നത്. മേളയിൽ അവർ ഒരുമിച്ച് നടന്ന്, കളിച്ച്, നൃത്തം വെച്ച്, അഭ്യാസങ്ങൾ കാണിച്ച് രസിച്ചു നടക്കും. മുഴുവൻ ഭാരതത്തെയും നമുക്കിവിടെ കാണാം. അവിടെ എല്ലാം ഒന്നാണ്. എല്ലാവരും തുല്യർ. ആരും ഇവിടെ വിശന്നിരിക്കില്ല. എവിടെ പോയാലും സൗജന്യമായ ഭക്ഷണം കിട്ടും. ആർക്കും ആരെയും അറിയില്ല. എന്നാൽ എല്ലാവരും എല്ലാവരെയും പരസ്പരം സഹായിക്കുന്നു, ബഹുമാനിക്കുന്നു. കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നതൊന്നും ഇവിടെ വിഷയമേ അല്ല. എല്ലാവരും വരുന്നു, മഹാത്മാക്കളെ നമസ്കരിക്കുന്നു, പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നു. എവിടെയും ഒരു ഏകീകൃത നിയന്ത്രണവുമില്ല. ലോകത്തൊരിടത്തും കാണാൻ കഴിയാത്ത അത്ഭുതം കൂടിയാണ് കുംഭമേള. ഇവിടെ വരുന്ന മഹാഭൂരിപക്ഷം സന്യാസിമാരും എവിടെ താമസിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. അവർ ചെയ്യുന്ന യോഗാസനങ്ങൾ കണ്ടാൽ അത്ഭുതം തോന്നും. വിദേശികളായ സന്യാസിമാർ, ആഫ്രിക്കയിൽ നിന്നുള്ള സന്യാസിമാർ തുടങ്ങി പല നാട്ടിൽ നിന്നും വരുന്നവർ.
കുംഭമേള വിശ്വാസത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ചരിത്രത്തിൻ്റെ ഒരു മഹോത്സവമാണ്. കുംഭമേളയിൽ പുണ്യനദികളിൽ കുളിക്കുന്നത് പാപശുദ്ധിയും പുനർജന്മചക്രത്തിൽ നിന്ന് മോചനവും നൽകുമെന്നാണ് സങ്കല്പം. മേള ആത്മീയ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുകയും ആത്മപരിശോധനയ്ക്കും ഭക്തിക്കും അവസരം നൽകുകയും ചെയ്യുന്നു. ഭാരത സംസ്കാരം നിലനിർത്തുന്നതിന് തപസ്സനുഷ്ഠിക്കുന്ന മഹാത്മാക്കളുടെയും ദേവതകളുടെയും ഒപ്പം ചേർന്ന് പുണ്യനദികളിൽ കുളിക്കാനും അനുഗ്രഹം നേടാനുമുള്ള അവസരമായാണ് കുംഭമേളയെ കാണുന്നത്. കുംഭമേള അറിവിൻ്റെ നിറകുംഭം കൂടിയാണ്. ജ്യോതിശാസ്ത്രം, ജ്യോതിഷം, ആത്മീയത, ആചാരപരമായ പാരമ്പര്യങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക ആചാരങ്ങൾ, കല, യോഗ, കായികാഭ്യാസങ്ങൾ തുടങ്ങിയവയെല്ലാം സംഗമിക്കുന്ന ചടങ്ങ് കൂടിയാണ്. കുംഭമേളയിൽ അവതരിപ്പിക്കുന്ന ആചാരങ്ങൾ, ഗാനങ്ങൾ, അനുശാസനങ്ങൾ എന്നിവ പുരാതന പാരമ്പര്യങ്ങളെയും അറിവിനെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. രഹസ്യവും പൊതുവായതുമായ സന്യാസി സമ്മേളനങ്ങളും ഇവിടെ നടക്കും. കേവലം ആധ്യാത്മികതയുടെ മാത്രമല്ല, വിവിധ സംഘടനകളുടെ സേവാപ്രവർത്തനങ്ങളുടെയും പ്രദർശന കേന്ദ്രമാണ് കുംഭമേള. തീർത്ഥാടകർ സേവാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ദരിദ്രർക്കും രോഗികൾക്കും ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും നൽകുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ജാതി, മതം, ലിംഗം എന്നീ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ പങ്കുചേരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ തലത്തിൽ നിന്നും ആളുകൾ ഒരുമിച്ച് വരുന്നത് സാംസ്കാരിക ഐക്യത്തിനും പരസ്പര ബോധത്തിനും മാർഗം തെളിയിക്കുന്നു. കുംഭമേളയുടെ വേരുകൾ പുരാതന ഹിന്ദു ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും കാണാം. ഇതേപോലുള്ള ഒരു തീർത്ഥയാത്രയ്ക്കുള്ള ആദ്യത്തെ പരാമർശങ്ങൾ ഏറ്റവും പുരാതനമായ പവിത്ര ഗ്രന്ഥങ്ങളിലൊന്നായ ഋഗ്വേദത്തിൽ പോലും പരാമർശിക്കപ്പെട്ടതായി കാണാം. ഭാരതത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ പാരമ്പര്യത്തിൻ്റെ ഉത്സവം കൂടിയാണ് കുംഭമേള. ഇത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള നിത്യബന്ധവും സംസ്കാരത്തിൻ്റെ ആഴമേറിയ മൂല്യങ്ങളുമെല്ലാം പ്രദർശിപ്പിക്കുന്ന സമയമാണ്. പാലാഴി മഥനത്തിൽ ലഭിച്ച അമൃതകുംഭം അസുരന്മാർ കൈക്കലാക്കാതിരിക്കാൻ ഗരുഡ ഭഗവാൻ അമൃതകുംഭവും എടുത്ത് പറന്നു അത്രേ. ക്ഷീണിച്ചപ്പോൾ കുംഭം താഴെ വെച്ച സ്ഥലങ്ങളിലാണ് ഇന്ന് കുംഭമേള നടക്കുന്നത് എന്നാണ് സങ്കല്പം. ഹരിദ്വാറിലെ ഗംഗയിൽ, ഉജ്ജയിനിയിലെ ക്ഷിപ്രയിൽ, നാസിക്കിലെ ഗോദാവരിയിൽ, പിന്നെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ. ഈ 4 സ്ഥലങ്ങളിലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. അമൃതിനു വേണ്ടി ദേവാസുരന്മാർ യുദ്ധം ചെയ്തത് 12 ദിവസങ്ങളിലാണ്. ദേവന്മാരുടെ ഒരു ദിവസം നമ്മുടെ 12 വർഷമാണ്, അതായത് ഒരു വ്യാഴവട്ടം. അമൃതിൻ്റെ സാന്നിധ്യമുള്ള തീർത്ഥസ്ഥലങ്ങളിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് രൂപികളും അരൂപികളുമായിട്ടുള്ള മഹാത്മാക്കൾ, ദേവന്മാർ, ദേവതകൾ തുടങ്ങി പ്രപഞ്ചത്തിലെ ദേവതാശക്തികളൊക്കെ തന്നെ ഈ മുഹൂർത്തത്തിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യാനെത്തും എന്നതാണ് സങ്കല്പം. ഈ മഹാത്മാക്കളോടൊപ്പം അമൃതിൻ്റെ സാന്നിധ്യമുള്ള പുണ്യനദികളിൽ നമ്മൾക്കും സ്നാനം ചെയ്യാനുള്ള പുണ്യ അവസരമാണ് കുംഭമേള. ജനുവരി 10 ഏകാദശി തൊട്ട് ഫെബ്രുവരി 26 ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന പ്രയാഗ്രാജ് കുംഭമേളയിൽ 8 പ്രധാന സ്നാനങ്ങളാണുള്ളത്. ദത്താത്രേയ ജയന്തിയിൽ അഖാഡകൾ ധർമ്മധ്വജം ഉയർത്തുന്നതോടുകൂടി ഈ വർഷത്തെ കുംഭമേള ആരംഭിക്കും. എല്ലാ കുംഭമേളയിലെയും പോലെ ആയിരങ്ങൾ സന്യാസദീക്ഷ സ്വീകരിക്കും. കോടിക്കണക്കിന് സനാതനികൾ സന്യാസിമാരോടും ദേവതകളോടും കൂടെ പുണ്യസ്നാനം ചെയ്യും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്തതും കണ്ടാലും മനസ്സിലാവാത്തതുമായ പലതും പ്രയാഗ്രാജ് കുംഭമേളയിലും സംഭവിക്കും. ഭാരതത്തിൻ്റെ സനാതനധർമ്മം നിലനിർത്താനുള്ള പ്രതിജ്ഞയെടുത്ത് അതിനുവേണ്ടി സർവം ഉപേക്ഷിച്ച മഹാത്മാക്കളുടെ കൂടെ നമുക്കും സ്നാനം ചെയ്യാം. മോക്ഷപ്രാപ്തിക്കുള്ള ഒരു പടി കൂടി മുന്നിലേക്ക് വയ്ക്കാൻ പ്രയാഗ്രാജ് കുംഭമേളയുടെ ഭാഗമാകും.
മഹത്തായ കുംഭമേളയുടെ പുണ്യം ഇനി കേരളീയർക്കും. കുംഭമേള 2025 കാളികാപീഠം ശ്രീ ജൂന അഖാഡ. കൂടുതൽ വിവരങ്ങൾക്ക് 9745889996 9745889997. എന്തു വന്നാലും ഈ കുംഭമേളയിൽ നിങ്ങളും പങ്കെടുക്കൂ.